ഭൂവൽക്കത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂവൽക്കത്തെ രണ്ടായി തരംതിരിക്കാം: വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. പ്രധാന പർവ്വത സംവിധാനങ്ങളുടെ പ്രദേശങ്ങളിൽ കോണ്ടിനെന്റൽ പുറന്തോട് കട്ടിയുള്ളതാണ്. സമുദ്രതല ഭൂവൽക്കത്തിന്റെ കനം ശരാശരി 5 കിലോമീറ്ററും വൻകര ഭൂവൽക്കത്തിന്റെ കനം ശരാശരി 30 കിലോമീറ്ററുമാണ്. ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിന്റെ കനം 70 കിലോമീറ്ററും മധ്യ സമുദ്രാന്തർ വരമ്പുകളിൽ ഭൂവൽക്ക ഭാഗങ്ങളുടെ കനം 5 കിലോമീറ്റർ താഴെയാകുന്നു. വൻകര ഭാഗങ്ങളിൽ ഭൂവൽക്ക സാന്ദ്രത കടൽത്തറ ഭാഗങ്ങളേക്കാൾ കുറവാകുന്നു. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരെയും സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരെയുമാണ്. ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായി ശിലകൾ ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള മേഖലയെ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു. ഭൂവൽക്ക ഭാഗത്തെ സിയാൽ എന്നും സിമ എന്നും രണ്ടായി തരംതിരിച്ചത് എഡ്വേർഡ് സൂയസ് ആണ്. ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾത്തട്ട് അറിയപ്പെടുന്നത് സിയാൽ എന്നും സിയാലിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന കടൽത്തറ സിമ എന്നും അറിയപ്പെടുന്നു. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും വിളിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഫോളോ മീ ഫോർ more shorts.